AICC ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്നും KC വേണുഗോപാലിനെ മാറ്റാൻ നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു രീതിയിലും പാർട്ടിക്ക് ഗുണകരമല്ല KC വേണുഗോപാലിനെ തുടർന്നും നിലനിർത്തുന്നതിൽ എന്ന തീരുമാനത്തിലേക്കാണ് പോകുന്നത്. KC വേണുഗോപാലിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം ഒരു രീതിയിലും കോൺഗ്രസ്സിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹം പാർട്ടിയെ നേരായ വഴിക്കാണ് നയിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തോന്നുന്നത് പോലുമില്ല. മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ കൃത്യമായും KC വേണുഗോപാലിനെ മാറ്റണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ്. KC വേണുഗോപാൽ ഒരു സൗമ്യനായി നിന്നുകൊണ്ട് ഉന്നത നേതാക്കളെ സ്വാധീനിച്ച് വീണ്ടും കാലാകാലങ്ങളിലോളം ആ പദവിയിൽ ഇരിക്കാം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ്. വാസ്തവത്തിൽ പാർട്ടിക്ക് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കുന്നത്. അതേസമയം 4 കൊല്ലം മാത്രം KPCC അധ്യക്ഷ സ്ഥാനത്ത് കേരളത്തിലിരുന്ന K. സുധാകരൻ AICCയുടെ നേതൃനിരയിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് പ്രായം 77 ആയെങ്കിൽ പോലും മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ശേഷിയുള്ള വ്യക്തിയാണ് എന്ന് നേതൃത്വം തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റിയിലേക്ക് K. സുധാകരനെ തിരഞ്ഞെടുത്തത്. അതായത് AICCയുടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് K. സുധാകരനെ മെമ്പറാക്കിയത്. വളരെ വൈകാതെ തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. കാരണം അദ്ദേഹം നിലവിൽ ലോക്സഭാ സാമാജികൻ കൂടിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് നിരവധിയായ രീതിയിൽ പോരാട്ടം നടത്താൻ കെൽപ്പുമുണ്ട്. അദ്ദേഹത്തിനെ പോലെ തഴക്കവും പഴക്കവും ചെന്ന പാർട്ടിയെ നയിക്കാൻ ശേഷിയുള്ള നേതാക്കൾ ഇന്ന് വളരെ ചുരുക്കമാണ്. അത്രയധികം ഫയറുള്ള, അത്രയധികം കർമ്മശേഷിയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അണികൾ ആവേശഭരിതരാകും. വലിയ തോതിൽ അവർ ഉൾപ്പുളകിതരാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും എതിരാളിയുടെ നെഞ്ചത്താണ് ഉള്ളുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മേന്മയായി AICC നേതൃത്വം തിരിച്ചറിയുന്നത്. ഇത് 3-ാം തവണയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് അദ്ദേഹം MP ആകുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും കേന്ദ്രമന്ത്രിയായിട്ടില്ല. ആകെ കേരളത്തിൽ AK ആന്റണി സർക്കാരിൽ വനം വകുപ്പ് മന്ത്രിയായിരുന്നത് 2 കൊല്ലം മാത്രമാണ്. അത്തരത്തിൽ K. സുധാകരന് അധികാര പദവി ഒന്നും തന്നെ കാര്യമായി കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അത്ര തന്നെ സീനിയോറിറ്റി ഇല്ലാത്ത, അദ്ദേഹത്തിൻ്റെ അത്ര പോലും പണിയെടുത്തിട്ടില്ലാത്ത പലരും കേരളത്തിൽ കോൺഗ്രസിൻ്റെ പല ആനുകൂല്യങ്ങളും നേടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. തിരുവഞ്ചൂരടക്കം പല നേതാക്കൾക്കും അത്തരത്തിൽ വലിയ നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ K. സുധാകരന് കാര്യമായി ഒരു സ്ഥാനവും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിനെ ഒരു നേതാവ് എന്ന് ലെവലേശം മടി കൂടാതെ തന്നെ വിശേഷിപ്പിക്കാൻ കേരളത്തിലെ ഏതൊരു കോൺഗ്രസ് നേതാവിനും ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനും കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് AICC നേതൃത്വം വലിയൊരു അംഗീകാരം നൽകാൻ കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിനെ ശക്തമായ ആ പദവിയിൽ നിന്ന് നീക്കാൻ ധാരണയാക്കുകയാണ്. KC വേണുഗോപാലും ഏതാനും ചില നേതാക്കളും ചേർന്ന് K. സുധാകരനെതിരെ അള്ളുവെക്കുമ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി കിട്ടുമെന്ന് ഇവരാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. K. സുധാകരനെതിരെ തെറ്റായ റിപ്പോർട്ട് കൊടുത്തത് ദീപാദാസ് മുൻഷി തന്നെയാണ് എന്ന് എല്ലാവരും നിഗമനം നടത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഏറെ പ്രസക്തമാകുന്നത്.